കർണാടകയിലെ ഉൾവന മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പുയർന്ന് കരകവിഞ്ഞൊഴുകി. ഇതോടെ കോഴിച്ചാൽ റവന്യൂ പരിധിയിലെ തുരുത്തിൽ വെള്ളം കയറി നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി തുരുത്തിൽ കുടുങ്ങിയവരെ സുരക്ഷിതമായി മറുകരയിലെത്തിച്ചു. തുടർന്ന് പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ പ്രദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 10:30 ആയപ്പോഴാണ് വലിയ വെള്ളം വന്ന് ഞാൻ ഇക്കര കയറിയേക്കാന്ന് ഓർത്തുകൊണ്ട് വെള്ളത്തിൻ്റെ പകുതി ഈ പാലം എത്താറായപ്പോഴത്തേനും പാലം എത്താറാകുന്നതെല്ലാം വെള്ളത്തിൽ കൂടിയാണ് വരുന്നത്. ആ വെള്ളം പാലത്തിലോട്ട് കയറാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോയി. 2 പേരെ ഒഴുകി പോകേണ്ടതായിരുന്നു. അവരങ്ങനെ പിടിച്ചു പറ്റി അവരിങ്ങ് പോയി. ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ട് എന്നെ ഇക്കരെ രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് അവിടെ നിന്ന് പോയേനെ. നമ്മുടെ വീണ്ടും പുറകെ കൂടി എല്ലാം വെള്ളം വന്നേ കാണേണ്ട ഒരു കാര്യത്തിനായിരുന്നു. ഇപ്പം വെള്ളം കണ്ടു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ.